കൂട്ടുകാരെ, നമ്മൾ വഴുതനങ്ങ പൊട്ടിക്കാതെ നമ്മളൊരു കട്ടിട്ട് നമ്മളെ വഴുതന ഒരു വഴുതനങ്ങ ഇനിയും ഒരു വഴുതനങ്ങ ഇനി 3 വഴുതനങ്ങ ഉണ്ട് കേട്ടോ. ഇതൊരു വഴുതന. പിന്നെ 4 വഴുതനങ്ങ ഉണ്ട്. നമുക്കിപ്പോൾ 4 വഴുതനങ്ങ 4 വഴുതനങ്ങ നമുക്ക് ഇത് ഇവിടെ വെക്കാം. ഇനി നമുക്ക് കറിക്ക് ഇടാൻ വേപ്പിൻ്റെ ഇല പൊട്ടിക്കാം. പൊട്ടിക്കാൻ പറ്റില്ല. ഇങ്ങനെ പൊട്ടിച്ചാൽ കറിക്കിടാണ് കേട്ടോ വേപ്പിൻ്റെ ഇല. ഇത് നമുക്ക് മുളക് പൊട്ടി മുളക് പൊട്ടി ഉപ്പച്ചക്ക് നല്ല ഇഷ്ടമായിട്ട് മുളക്. ഒന്നുകൂടി ഉണ്ട് പച്ചമുളക്. അങ്ങനെ നമ്മളെ വഴുതനങ്ങ പൊട്ടിക്കളി കഴിഞ്ഞു. ഇനി നമ്മൾ ഉപ്പേരിക്കായിട്ടോ നമ്മൾ നമുക്ക് വീട്ടിലുണ്ടാക്കിച്ച നമുക്ക് തിന്നാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വിഷം ഉണ്ടാവും. പീടികന്ന് മേടിക്കുമ്പോൾ വിഷം ഉണ്ടാവും. അവർ ഇതിൻ്റെ ഉള്ളിലേക്ക് സൂചി വെക്കും. എന്നിട്ട് വിഷം ഉണ്ടാവും ഇതിൽ. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അങ്ങനെയല്ല, നമുക്ക് എപ്പോഴും തിന്നാം, എപ്പോൾ വേണമെങ്കിലും. ആയിക്കോട്ടെ. അങ്ങനെ നമ്മളിപ്പോൾ വഴുതനങ്ങ പൊട്ടിക്കളി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഉപ്പേരിക്കായിട്ട് നിങ്ങളൊക്കെ നീളം കണ്ടിട്ടില്ലേ, ഉപ്പേരിക്കായിട്ട് നമ്മളെ ഉപ്പേരിക്കായി. ഇത് വീട്ടിലുണ്ടാക്കുന്നത് സുഖം. നമുക്ക് തിന്നാനും പറ്റും. ഇതിന് വിഷം അടിക്കുന്നുണ്ട് പീടികന്ന് മേടിക്കുമ്പോൾ. അപ്പോൾ വഴുതനങ്ങ നമ്മൾ വീട്ടിലുണ്ടാക്കുക. ഈ മുളകുണ്ട്, ഞങ്ങൾക്ക് മുളകുണ്ട്, പിന്നെ വേപ്പിൻ്റെ ഇല ഉണ്ട്. ഇതൊക്കെ ഞങ്ങൾ വീട്ടിലുണ്ടാക്കുക. ഇനി ഉള്ളി ഉണ്ട്, അങ്ങനെയൊക്കെ വീട്ടിലുണ്ടാക്കുന്നതാ പറ്റും. ഇത് 2 ഉണ്ടാവും കേട്ടോ. 2 ഉണ്ടോയെന്നൊക്കെ അറിയില്ല. വേപ്പിൻ്റെ ഇല 2 വെച്ച് വെച്ചിക്കണമെന്ന് അറിയില്ല. ഇവിടെ ഇതിൻ്റെ വലുപ്പം കണ്ടു, ഇത് വലുപ്പം കണ്ടു, നല്ല വലുപ്പമാണ്. ഇമ്മച്ചക്ക് അന്ന ദിവസം നല്ല വലുപ്പമില്ലത് ഇമ്മച്ചക്ക് കിട്ടിയിരുന്നു കേട്ടോ. അന്ന ദിവസം ഇമ്മച്ചി പണിക്ക് പോകുമ്പോഴാണ്, വീട്ടിലുണ്ടാക്കുമ്പോഴാണ് ഒരു സുഖം ഉണ്ടാവും. ഇതിന് വളമൊന്നും കൊടുത്തിട്ടില്ല. നമുക്ക് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ? വലുതൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് വലുതൊക്കെ കിട്ടിയെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ചെറിയ കുട്ടി വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്യുക, ലൈക്കും ചെയ്യുക.